നാളെ ഫെബ്രുവരി 1 തീയതി തൈപ്പൂയം. ഈ ഒരു ചെറിയ കാര്യം വീട്ടില് ചെയ്തു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം 100% നടന്നിരിക്കും. അസുരനായ താരകാസുരനെ ഇല്ലാതാക്കാൻ ഭഗവാൻ സുബ്രഹ്മണ്യൻ അവതരിച്ചു. ഭഗവാൻ സുബ്രഹ്മണ്യൻ യുദ്ധത്തിനായി പോകുന്നതിന് മുൻപ് പാർവതി ദേവി തന്റെ ശക്തിയെല്ലാം ഒന്നാക്കിയ വേല്, ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ആയുധമായിട്ടുള്ള വേല് തന്റെ മകനായ സുബ്രഹ്മണ്യന് നൽകുന്ന വിശേഷ ദിവസത്തെയാണ് നമ്മൾ തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ഒരുപാട് പേർക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. തൈപ്പൂയത്തെ കുറിച്ച് ആരെങ്കിലും ആദ്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടി പറഞ്ഞതാണ്. അത്രയും പവിത്രമായ ശക്തിയുള്ള തൈമാസത്തിലെ പൂയം നക്ഷത്രവും നിറഞ്ഞ പൗർണമിയും ചേർന്ന് വരുന്ന ഈ തൈപ്പൂയ തിരുനാളിൽ നിങ്ങളുടെ ഏത് ഒരു ആഗ്രഹവും, ന്യായമുള്ള, സത്യമുള്ള, നന്മയുള്ള ഏതോ ഒരു ആഗ്രഹവും ഭഗവാൻ സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 48 ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചയമായും ആ ആഗ്രഹം നടന്നിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ചെയ്യണമെന്നും നോക്കാം. ഒരു മഞ്ഞ കോട്ടൺ തുണിയെടുത്ത് അതിലേക്ക് 1 രൂപ നാണയം വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് തൊട്ടുകൊടുത്തത് അരഗജയും പുണുകുമാണ്. ഈ അരഗജ, പുണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദൈവീക ശക്തി നിറഞ്ഞ വസ്തുക്കളാണ്. എല്ലാ പൂജാ റൂമിലും എല്ലാ വീട്ടിലും ഉണ്ടാകേണ്ടുന്ന ദൈവീക ശക്തി നിറഞ്ഞ 2 വസ്തുക്കളാണ് കേട്ടോ. അരഗജ, പുണുക്. നമുക്ക് നാട്ടുമരുന്ന് കടകളിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടും. അരഗജയും പുണുകും തൊട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് തിരുച്ചെന്തൂരിലെ അരഗജ വാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ അത് തൊട്ട് കൊടുക്കുക, വളരെ നല്ലതാണ്. അതിലേക്ക് ഒരു പച്ച കർപ്പൂരം കൂടി വെച്ച് കൊടുക്കുക. പുണുക് ഇല്ലാത്തവർ 1 രൂപ നാണയം, അരഗജ, പച്ചക്കർപ്പൂരം മാത്രം വെച്ചാൽ മതി. പുണുക് ഉള്ളവർ നിർബന്ധമായും ചേർക്കുക കേട്ടോ. തൈപ്പൂയ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ കണ്ട അടുത്ത സെക്കൻഡ് തന്നെ ഈ മഞ്ഞ തുണിയിൽ ഇങ്ങനെ കെട്ടിവെക്കുക. വീട്ടിലുള്ള ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നല്ല പോലെ പ്രാർത്ഥിച്ചിട്ട് കെട്ടിവെച്ചോളൂ. തൈപ്പൂയത്തിന്റെ അന്ന് വൈകുന്നേരം സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അടുത്തത് എപ്പോഴാണോ നിങ്ങൾ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഭണ്ഡാരത്തിലിടുക. അടുത്ത 48 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ന്യായമായ ആഗ്രഹം അത് ഭഗവാൻ സുബ്രഹ്മണ്യൻ സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. വിശ്വാസത്തോടു കൂടി, ഭക്തിയോടു കൂടി ചെയ്യാൻ മറക്കരുത്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ. വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര.